വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ദിവസത്തെ പനിയാണെങ്കിലും ഞാൻ കിടപ്പായി വരാതെ സൂക്ഷിച്ചോ എന്ന് തന്നെയാണ് എനിക്ക് ആദ്യം എല്ലാവരോടും പറയാനുള്ളത്. പട്ടിണിയായിരുന്നു ഇന്നലെ, അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്, ആഹാരം കഴിക്കാം. അപ്പോൾ ദേശീയ ഭക്ഷണമായ കഞ്ഞിയാണ് എനിക്ക് ഇന്ന് പനിയായിട്ടുള്ളത്. അപ്പോൾ പനിയായി കഞ്ഞി കുടിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ പാത്രമാണല്ലോ ഞാൻ കഞ്ഞിയുടെ വീഡിയോ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചത്, ശരിയല്ലേ? ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ചോദ്യം ചോദിച്ചു കാണും, എന്തിനാ ശ്രീലക്ഷ്മി കണൂണാന്നുള്ള പാത്രം വാങ്ങാൻ പൈസ ഇല്ലേ എന്നല്ലേ? എങ്കിൽ ഈ പാത്രത്തിനൊരു കഥയുണ്ട്. കഥ പറയട്ടെ. ഇതെൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കല്യാണത്തിന് സംഭാവന കിട്ടിയതാണ്. ഒരു അംഗൻവാടി ടീച്ചർ കൊടുത്തതാണ് കേട്ടോ ഈ പത്രം. ഒരു കൂട്ടം അംഗൻവാടി ടീച്ചേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു, അതിൽ ഒരു ടീച്ചർ കൊടുത്തതാണിത്. ഓരോരുത്തരും വിവിധ തരം പത്രങ്ങളാണ് കൊടുത്തത്. ഈ പാത്രത്തിലാണ് എൻ്റെ അച്ഛൻ അങ്ങനെ അന്നു മുതൽ മരണം വരെയും ആഹാരം കഴിച്ചത്. തൊട്ടടുത്തൊരു ഗ്ലാസ് ഇരിക്കുന്നുണ്ടോ, ഇതെൻ്റെ അണ്ണന് എന്തോ ഒരു പരിപാടി പങ്കെടുത്തിട്ട് അവന് സമ്മാനം കിട്ടിയതാണ്. ഇത് മാത്രമല്ല, അവന് ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. അവൻ അന്ന് നല്ല മിടുക്കനായിരുന്നു കേട്ടോ, ഒരുപാട് സമ്മാനം കിട്ടിയിട്ടുണ്ട്. എനിക്കാണെങ്കിൽ അന്നൊരു സോപ്പൊട്ടി പോയിട്ട് ഒരു മിഠായി പോലും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പകച്ചുപോയ ഭാഗ്യം പറ്റത്. ഓക്കെ, എന്തായാലും ഇന്ന് ഈ ഗ്ലാസ്സിൽ പാല് പിടിക്കുന്നത് അപ്പുക്കുട്ടൻ, പാത്രത്തിൽ ആഹാരം കഴിക്കുന്നത് അപ്പുക്കുട്ടൻ. ഇതാണ് തലമുറകൾ കൈമാറി വന്ന പാരമ്പര്യം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു പാത്രത്തിൽ ആഹാരം കഴിക്കുമ്പോൾ മധുരകരമായ കുറേ ഓർമ്മകൾ നമുക്ക് ചുറ്റും വരും. അതൊക്കെ ആലോചിച്ച് മനോഹരമായി ആഹാരം കഴിക്കാമല്ലോ. ഇതുപോലുള്ള പുരാവസ്തു ഐറ്റംസ് ഒക്കെ നിങ്ങളുടെ വീട്ടിലും കാണത്തില്ലേ? ഇതുപോലുള്ള മധുരകരമായ ഓർമ്മകൾ ഉണ്ടാവും. ആ വസ്തുക്കൾക്ക് പറയാൻ ഓരോ കഥകളുണ്ടാവും. എൻ്റെ ഈ പാത്രത്തിന് വായുണ്ടായിരുന്നെങ്കിൽ അതും പറഞ്ഞേനെ ഒരു കഥ. അതിൻ്റെ ഈ ഷേപ്പ് ഇങ്ങനെ മാറിയതിൻ്റെ പിന്നിൽ ആരാണെന്ന്. എന്തായാലും ഞാനല്ല കേട്ടോ. എന്തായാലും ഇത്തരം കാര്യങ്ങൾ നിങ്ങളെ വീട്ടിലുണ്ടെങ്കിൽ സൂക്ഷിച്ച് വെക്കുക കേട്ടോ, അതൊരു ഓർമ്മയല്ലേ.